45 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലുള്ള മരുന്നുകളായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തെല്ലാം മരുന്നുകൾ മേടിച്ചെന്ന് നമുക്ക് തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അതുപോലെ ഈ മരുന്നുകളെല്ലാം കൊടുക്കുമ്പോഴും നമ്മളോട് സംഭവം ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർമാർ സ്വാഭാവികമായിട്ടുമുള്ള ഇത് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നും ചോദിക്കുന്നു, കുഞ്ഞ് പോകും എന്നുള്ള ചിന്തയിൽ തന്നെ ഡോക്ടർമാരും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം കൂടുതൽ മരുന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെയാണ്. അതുപോലെ ഒരു സിറ്റുവേഷൻ അവർ ഓരോ ദിവസം ഞങ്ങളോട് ചോദിക്കും, ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെ പറയാൻ അനൂപ് ഡോക്ടർ റെജിയ ഗൈനോക്കോളജിയിൽ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ റെജി ഡോക്ടർ പറയും ഇതുപോലെ അവസ്ഥകൾ കാര്യങ്ങൾ ഇതുപോലെയാണ്, ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച, ചിലപ്പോൾ ഈ നിമിഷം അല്ലെങ്കിൽ വൈകുന്നേരം അത് അബോട്ടായി പോകാം, ആ കുഞ്ഞ് തന്നെ പോകാം, ഇത്ര മരുന്ന് ചെല്ലുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ എക്സ്റേ നിമോണിയയും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നിമോണിയ കുറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വന്ന് എക്സ്റേ എടുക്കും. അതായത് എനിക്ക് ഒരു മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് മെഷീൻ കൊണ്ട് വെച്ചേക്കുക വെറ്റിയെടുത്ത്, ഈ പോർട്ടബിൾ മെഷീൻ എക്സ്റേ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ എക്സ്റേ എടുക്കുന്ന സമയത്ത് അവർ ഓരോ എക്സ്റേ എടുക്കാൻ നേരത്തെ എന്നോട് ഒപ്പിടിപ്പിക്കും. അനുവ ഇന്ന് എക്സ്റേ എടുക്കാൻ പോകും, അകത്തോട്ടൊന്ന് കയറി വരണം. കാരണം എക്സ്റേ എടുക്കുന്ന കുഞ്ഞിന് ആപത്താണല്ലോ.